വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. മനാറുൽ ഹുദ സ്ഥാപനത്തിൻ്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾ ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചു. അതായത് കഴിഞ്ഞ 17 വർഷമായി മനാറുൽ ഹുദ ഈ നാടിനെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി മനാറുൽ ഹുദയും നമുക്ക് എണ്ണാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു പ്രദേശത്തെയും നാം അടയാളപ്പെടുത്തുമ്പോൾ, ഉദാഹരണം ഇന്ത്യ എന്ന ഒരു ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരങ്ങളും ഇന്ത്യയിലെ താജ്മഹൽ എന്ന മഹാവിസ്മയവും ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈവിധ്യവും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എണ്ണിപ്പറയും. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ മതേതരത്വം, കേരളത്തിലെ കലാവൈവിധ്യങ്ങൾ, കേരളത്തിലെ വിവിധ ജില്ലകളിലെ പ്രാധാന്യം, അതിൻ്റെ മലപ്പുറം പോലെയുള്ള ജില്ലകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഫുട്ബോളിൻ്റെ സ്ഥാനം, ഇങ്ങനെ നമ്മൾ ഓരോ പ്രദേശത്തെയും അടയാളപ്പെടുത്തുമ്പോൾ അതിലെ പ്രധാന സംഭവ വികാസങ്ങളൊക്കെ നാം എണ്ണിപ്പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, മാണൂർ അല്ലെങ്കിൽ ഈ എടപ്പാൾ പ്രദേശം, മാണൂർ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു അടയാളമായി മനാറുൽ ഹുദ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10-40ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ 3 വർഷമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 3 വർഷമായി ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, വ്യത്യസ്ത തരം കഴിവുകളുള്ള അനേകം വിദ്യാർത്ഥികളെ ഇതിനകം വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ ഖുർആൻ പാരായണ മത്സരം, ഈ മത്സരത്തിൽ വിവിധ വിദ്യാർത്ഥികളുടെ കഴിവുകൾ നാം കണ്ടു കഴിഞ്ഞു. എത്രയാണ് ഇവരെ പ്രായം? 12-13 വയസ്സുള്ള ചെറിയ വിദ്യാർത്ഥികൾ. സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ, സാധാരണ സ്കൂളിലും മദ്രസയിലും പഠിക്കുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ മാത്രം പ്രായം ആണ്. ഇതിലെ ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ പ്രായത്തിൽ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സ്കൂളിംഗ് സിസ്റ്റത്തിൽ മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കഴിവും നമ്മുടെ മക്കളുടെ കഴിവും നാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ സ്ഥാപനം എന്ത് നേടിയെടുത്തു എന്ന്. അഭിമാനാർഹമായ നേട്ടമാണ് ഈ മക്കളിലൂടെ നാം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാടിനും സമൂഹത്തിനും അഭിമാനമായ അനേകം വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുറേ നീട്ടി സംസാരിച്ച് ഈ നിങ്ങളുടെ സമയം കാർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അല്ലാമ ഇക്ബാലിൻ്റെ കവിതയിലെ 2 വരികൾ മാത്രമാണ്. മൻസിൽ കെ ജിസ്തിജൂ മേ ക്യാ പിർ രഹാ ഹെ റാഹി ഇത്നാ അസീം ഹോ ജാ മൻസിൽ തുജേ പുകാരേ. മൻസിൽ, ലക്ഷ്യസ്ഥാനങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, മൻസിൽ കെ ജിസ്തിജൂ മേ, ജിസ്തിജൂ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ലക്ഷ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, എനിക്കൊരു ജോലി തരൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് അപ്പോയിൻ്റ് ചെയ്യൂ എന്ന് അന്വേഷിച്ചുകൊണ്ട്, ക്യാ പിർ രഹാ ഹെ റാഹി, നീ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? ഒരു ജോലി കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒന്ന് സെറ്റിലാകാൻ വേണ്ടി നീ എന്തിനാണ് ഇത്ര ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്? പകരം എന്താണ് ചെയ്യേണ്ടത്? ഇത്നാ അസീം ഹോ ജാ, നീ ഇത്രമേൽ മഹത്വമുള്ളവനാകണം. മൻസിൽ തുജേ പുക്കാറെ, ആ സ്ഥലങ്ങൾ, ആ ലക്ഷ്യസ്ഥാനങ്ങൾ നിന്നെ വിളിക്കണം. ഉദാഹരണം, മനാറുൽ ഹുദയിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പഠനം പൂർത്തിയാകുന്ന സമയത്ത്
താങ്കൾ അടുത്ത വർഷം ഇവിടെ തന്നെ ജോലി ചെയ്യണം, അത് ഞങ്ങൾക്ക് അഭിമാനമായി തോന്നുന്നു. അല്ലെങ്കിൽ ഞാനൊരാൾ നേരിട്ട് ഫോൺ ചെയ്യുകയാണ് ഞങ്ങളെ സ്കൂളിലേക്ക്, അടുത്ത വർഷം ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരാളെ നാം വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കപ്പെടുന്നവനിൽ അത്രമാത്രം മഹത്വമുള്ളത് കൊണ്ടായിരിക്കും നാം അവരുടെ സേവനം നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുന്നത്. ഒരു മനുഷ്യൻ അത്രമാത്രം ഉന്നത ആകുകയാണെങ്കിൽ മാത്രമാണ് അവരെ തേടി നാം പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മൻസിൽ കെ ജിസ്തിജൂമേ ക്യാ പിർ രഹാ ഹെ റാഹി ഇത്നാ അസീം ഹോജ മൻസിൽ തുജേ പുക്കാറെ. ലക്ഷ്യസ്ഥാനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നീ അലഞ്ഞു തിരിയേണ്ടി വരരുത്, പകരം അവർ നിന്നെ വിളിക്കുന്ന രീതിയിൽ നീ മഹത്വമുള്ളവനായി തീരുക. ഈ ഉപദേശം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ അഭിസംബോധന ചെയ്ത